മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. എനിക്ക് തോന്നുന്നത് സകലരും കൂടി മേയർ വി രാജേഷിനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കുന്ന കോലത്തിലാ. ഇപ്പോ മേയർക്കെതിരെ തെരുവ് നായകളെ പൊക്കിപ്പിടിച്ച് കുറച്ച് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. നിങ്ങൾ അത് കേട്ടോക്കൂ. ഓരോ വരികളും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടേക്കണേ. ആദ്യം മുതലേ നിയമവിരുദ്ധം മേയർ തന്നുടെ നായപിടുത്തം സുപ്രീം കോടതിയെ പുച്ഛിച്ചും സാധുമൃഗത്തിൻ ജീവനെടുത്തും സുപ്രീം കോടതിയെ പുച്ഛിച്ചും സാധുമൃഗത്തിൻ ജീവനെടുത്തും കയ്യടി വാങ്ങാൻ നോക്കണ്ട അയ്യയ്യേ ഉളുപ്പില്ലേ കയ്യടി വാങ്ങാൻ നോക്കണ്ട അയ്യയ്യേ ഉളുപ്പില്ലേ കൂടല വേണ്ടത് വീടാണ് ക്രൂരതയല്ല കരുണയാണ് കൂടല വേണ്ടത് വീടാണ് ക്രൂരതയല്ല കരുണയാണ് അവർക്ക് വേണ്ടി ചോദിക്കാൻ ആളില്ലെന്ന് വിചാരിച്ചോ അവർക്ക് വേണ്ടി ചോദിക്കാൻ ആളില്ലെന്ന് വിചാരിച്ചോ. നിങ്ങൾ കേട്ടില്ലേ? തെരുവ് നായകൾക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ആളുകൾ ഇപ്പൊ പ്രതിഷേധമായിട്ട് രംഗത്തെത്തിയത്. തീർച്ചയായിട്ടും അവരുടെ ജനാധിപത്യ അവകാശത്തേക്ക് മാനിക്കുന്നു. ഞാൻ ഇവരുടെ ഈ ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ ആയിട്ട് ഇവർ ഏതെങ്കിലും കൊടി ഉയർത്തിയിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കിയത്. ഏതായാലും കോൺഗ്രസിന്റെ കൊടി ഇവർക്കൊപ്പമല്ല. ഏതായാലും അതേപോലെ തന്നെ CPM-ന്റെ കൊടിയൊന്നും ഉയർത്തിയിട്ടില്ല. ഏതായാലും ഇതിന്റെ പിന്നില് കോൺഗ്രസും CPM-ഉം കൂടിയുള്ള ഒരു കൂട്ടുമുന്നണിയാണ് എന്നുള്ളതിലൊന്നും ഒരു തർക്കമില്ലാത്ത വിഷയം. ഇപ്പൊ ഇന്ത്യ മുന്നണിയായിട്ടാണല്ലോ മേയർക്കെതിരെ പല രീതിയിലും രംഗത്തെത്തുന്നത്. ശബരിനാഥും ശിവൻകുട്ടിയുടെയും ഡീലിന്റെ ഭാഗമായിട്ട് അവര് അവിശ്വാസ പ്രമേയത്തിന് ശ്രമിച്ചു. അതിന്റെ തൊട്ടു പിന്നാലെ തന്നെ മാലിന്യം വലിച്ചെറിയുന്ന ഒരു പ്രശ്നം കോർപ്പറേഷനിൽ ഉയർന്നു വന്നു. ഇപ്പൊ തെരുവ് നായകളെ പൊക്കിപ്പിടിച്ചാണ് കുറച്ച് ആളുകള് രംഗത്തെത്തിയത്. തീർച്ചയായിട്ടും ഇതിന് പിന്നിലും മോദി വിരുദ്ധ BJP വിരുദ്ധ മേയർ വിരുദ്ധ സംഘമാണ് എന്നുള്ളതൊന്നും ഒരു തർക്കവുമില്ലാത്ത വിഷയമാണ്. ഇവരെന്താ വിളിച്ചു പറയുന്നത്? സുപ്രീം കോടതിയുടെ വിധിയെ പുച്ഛിച്ചു എന്നൊക്കെയോ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്താണോ പറഞ്ഞത് അതാണ് നടപ്പിലാക്കുന്നത് എന്ന് വി രാജേഷ് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ തെരുവ് നായകൾക്ക് വേണ്ടിയിട്ട് രംഗത്തെത്തിയാൽ ഇവിടെ മേയർ മനുഷ്യർക്ക് വേണ്ടി മനുഷ്യത്വത്തിന് വേണ്ടിയാണ് രംഗത്ത് വരുന്നത്. ഒരു തർക്കവും വേണ്ട കേട്ടോ. നിങ്ങളുടെ ഈ സമരത്തിനൊന്നും UDF-ലെയും LDF-ലെയും ബോധമുള്ളവർ പോലും പിന്തുണക്കൂല. ഇവിടെ ആദ്യം മനുഷ്യർക്കാണ് മൂല്യമുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് തെരുവ് നായകളെ ആളുകൾ പരിഗണിക്കാറുള്ളത്. തെരുവ് നായ്ക്കള് മനുഷ്യരെ തെരുവിലൂടെ നടക്കാൻ പോലും സമ്മതിക്കാത്ത ഗതികെട്ട അവസ്ഥ വന്നിട്ട് കൂടിയാണ് ഇടതുപക്ഷം 8 നിലയിൽ പൊട്ടിയിട്ടുള്ളത്. എന്തുമാത്രം വലിയ പ്രശ്നങ്ങൾ തലസ്ഥാന നഗരിയിൽ ഈ തെരുവ് നായ്ക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തിയതിന്റെ തൊട്ടു പിന്നാലെ പരിഹരിക്കപ്പെട്ടു തുടങ്ങി എന്നുള്ളത് ആളുകൾ തിരിച്ചറിഞ്ഞു. അതിന് വലിയ കയ്യടിയ. മേയർക്കെതിരെ എന്തുമായിട്ട് രംഗത്ത് വന്നാലും ഒടുവിൽ അത് മേയർക്ക് കയ്യടിയാണ് ലഭിക്കാറുള്ളത്. എന്റെ ലളിതമായ ചോദ്യം ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളോട്, നിങ്ങളൊക്കെ തെരുവ് നായ്ക്കൾക്കൊപ്പമാണോ അല്ലെങ്കിൽ മനുഷ്യർക്കൊപ്പമാണോ? എന്റെ ലളിതമായ ചോദ്യം. ഇവിടെ ആളുകൾ ആദ്യം പറയാ മനുഷ്യർക്കൊപ്പമാണ്, മനുഷ്യത്വത്തിനൊപ്പമാണ്. ഇത് കാറിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക്, AC കാറിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഈ തെരുവ് നായ്ക്കൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേസമയം സാധാരണക്കാരായിട്ടുള്ള ബസ്സിൽ കയറി യാത്ര ചെയ്യുന്ന സാധാരണക്കാർക്ക് തെരുവ് നായ്ക്കൾ വലിയ ബുദ്ധിമുട്ടാ. ഒരു തെരുവ് നായെ കണ്ടാൽ ഭയമാണ് സാധാരണക്കാർക്ക് നടന്നു പോവാൻ. അവരുടെ കയ്യിൽ AC കാറുകളില്ല മുന്നോട്ട് പോവാൻ. ഇതൊക്കെ നഗരസഭയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ മേയറുടെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിൽ നടക്കുന്നത്.
അദ്ദേഹം പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്തു പറഞ്ഞോ അതാണ് നടപ്പിലാക്കുന്നതും. നിങ്ങളൊന്ന് കേട്ടു. തെരുവുനായുടെ കാര്യത്തിൽ നമുക്കറിയാം, ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് 30 ദിവസത്തിനകം തന്നെ പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ 50 തെരുവുനായ്ക്കളെ ഷെൽട്ടറിൽ പാർപ്പിച്ചിട്ടുണ്ട്. അവ വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2ാം ഘട്ടം ഇന്ന് ആരംഭിച്ചു. ഇന്ന് രാവിലെ ആരംഭിച്ചു. തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് 2ാം ഘട്ടം ഞങ്ങൾ ആരംഭിച്ചത്. അവിടെ SIT-യിലൊക്കെ ആൾക്കാരെ തെരുവുനായ്ക്കൾ കടിച്ചിട്ടുണ്ട്. വളരെ ഭീകരമായ പരിക്കുകളേറ്റിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള ഒരു കുട്ടിയെ തെരുവുനായി കടിച്ച് ആ കുട്ടിയെ SIT ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയുടെ അമ്മ അവിടെ വച്ചിട്ട് നായയുടെ കുര കേട്ടപ്പോൾ തന്നെ ആ കുട്ടി ഭയപ്പെടുന്ന കാര്യമൊക്കെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ കുടുംബത്തോടുള്ള ഒരു കടപ്പാട് കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആദ്യമായിട്ട് 2ാം ഘട്ടം തെരുവുനായ്ക്കളെ പിടിച്ചത്. ഇതിനെ തുടർന്ന് RCC, ശ്രീത്ര അതുപോലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ, 10,000-കണക്കിന് ആൾക്കാർ ദിനം വന്നു പോകുന്ന ആശുപത്രിയിൽ നിന്ന് പിടിക്കും. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് ആശുപത്രികൾ, അതുപോലെ തന്നെ കോളേജുകൾ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ആദ്യം പിടിക്കേണ്ടത്. ഞങ്ങൾ അടുത്ത ദിവസം ആശുപത്രിയിൽ കഴിഞ്ഞാൽ മ്യൂസിയം വളപ്പ്, റെയിൽവേ സ്റ്റേഷൻ, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, മറ്റുള്ള സ്കൂളുകൾ, വിമൻസ് കോളേജ്, പിന്നെ അങ്കണവാടികൾ ഇവിടെ നിന്നൊക്കെ പിടിക്കും. അതിനുശേഷം കൗൺസിലർമാരും റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും ഒക്കെ തന്നെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അക്രമകാരികളായ നായ്ക്കളെ നാട്ടിൽ നിന്നും പിടിക്കും. ഇതിനെയൊക്കെ തന്നെ കോർപ്പറേഷൻ്റെ ABC സെൻറ്ററിൽ എത്തിച്ച് ബന്ധീകരണം നടത്തിയതിനു ശേഷം ഷെൽട്ടറുകളിലേക്ക് മാറ്റും. കോർപ്പറേഷൻ്റെ ഇപ്പോൾ കോർപ്പറേഷനിലുള്ള എല്ലാം തന്നെ ഞങ്ങൾ നവീകരിച്ചിട്ടുണ്ട് കുറച്ച്. അതായത് ഇപ്പോൾ വണ്ടി തരത്തിലുള്ള ഷെൽട്ടറിൽ കൂടുതൽ നായ്ക്കളെ പാർപ്പിക്കാൻ കണക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പേട്ടയിൽ ABC പ്രവർത്തനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഞങ്ങളിൽ ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാമെന്ന് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മറ്റൊന്ന്, കൂടുതൽ പോർട്ടബിൾ ABC സെൻ്ററൊക്കെ ആവശ്യമായ ഘട്ടത്തിൽ ഞങ്ങളത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കൈവശം ഒരു ABC സെൻ്റർ ഉണ്ട്, പോർട്ടബിൾ ABC സെൻ്റർ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, നിരന്തരം ആവശ്യപ്പെടുകയാണ്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ നായ്ക്കളെ എല്ലാ ദിവസവും വന്ധീകരിക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഈ ഭരണസമിതി നൽകിയ വാഗ്ദാനം ഞങ്ങൾ നിറവേറ്റുകയാണ്. തിരുവനന്തപുരം നഗരത്തെ തെരുവുനായ് ശല്യത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള 2ാം ഘട്ട നടപടികൾ ആരംഭിച്ചു. നല്ല പ്രതീക്ഷ വയ്ക്കാം ഇക്കാര്യത്തിൽ. നിങ്ങൾ കേട്ടില്ലേ? തെരുവുനായ്ക്കൾക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയ സകല ആളുകൾ കൃത്യമായിട്ട് കേട്ടുകൊള്ളൂ. BJPയുടെ തിരഞ്ഞെടുപ്പ് സമയത്തെ വാഗ്ദാനമായിരുന്നു തെരുവുനായ്ക്കളുടെ ശല്യത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുമെന്നുള്ളത്. അതിന്റെ 2ാം ഘട്ടവും തുടങ്ങി. തെരുവുനായ്ക്കളിൽ നിന്ന് കേരള ജനതയെ, തലസ്ഥാന നഗരിയിലെ ജനതയെ രക്ഷിക്കാൻ മേയർ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. പിന്നെ മേയറുടെ എതിരാളികളോട് പറയാനുള്ളത്, നിങ്ങളുടെ തെരുവുനായ്ക്കളെ പൊക്കിപ്പിടിച്ചിട്ടുള്ള സമരവും 8 നിലയിൽ പൊട്ടെ. നിങ്ങൾ ഇതുകൊണ്ടൊന്നും തളരരുത്. മേയർക്കെതിരെയുള്ള ഓരോ ആളുകളും പൂർവാധികം ശക്തിയോടുകൂടി ഇത്തരം തെരുവുനായ്ക്കളെ പൊക്കിപ്പിടിച്ച് പല രീതിയിലും നിങ്ങൾ വരണം. നിങ്ങൾ ഇങ്ങനെ ശക്തമായിട്ട് വന്നാലേ നമുക്കൊരുമിച്ച് നമ്മുടെ മേയറെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ സാധിക്കൂ. നിങ്ങൾ ഇതിലൊന്നും തളരാതെ പുതിയ സമരവുമായി അധികം വൈകാതെ പെട്ടെന്ന് തന്നെ രംഗത്തേക്ക് വരൂ. ഏതായാലും തെരുവുനായ്ക്കളിൽ നിന്ന് ജനങ്ങളെ മേയർ സംരക്ഷിക്കുന്നു എന്നുള്ളതും കേരള ജനത ഒന്നടങ്കം ഈ ഒരൊറ്റ ചെറിയ സമരത്തിലൂടെ തിരിച്ചറിഞ്ഞു എന്നുള്ളതും ഇത്തരം സമരക്കാർ തന്നെ തിരിച്ചറിഞ്ഞോളൂ.